ഹലോ വെൽക്കം ബാക്ക് അവർ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കമൻസിനുള്ള റിപ്ലൈ ആണ് തരുന്നത്. 2 ദിവസത്തെ കമൻസിനുള്ള റിപ്ലൈ. ഞാൻ ഒരുപാട് കമൻസിനുള്ള റിപ്ലൈ ഞാൻ ഇതിലൂടെ തന്നെ തരാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നാലും അതിന് വ്യക്തതയില്ലാത്തതുകൊണ്ട് വീണ്ടും വീണ്ടും ചോദിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. പിന്നെ നമ്മുടെ വീഡിയോ കണ്ട് ഒരുപാട് കൂട്ടുകാർ പാസ്സായിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ ഞാൻ ഇതിലൂടെ പറയാം. അപ്പോൾ വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു കാര്യം അറിഞ്ഞതിൽ. പിന്നെ ഇപ്പോൾ ഈ 2 ദിവസത്തെ കാര്യമാണ് പറയുന്നത്. അതിൻ്റെ മുന്നത്തെ വീഡിയോസിലും ഒരുപാട് പേര് പാസ്സായി എന്നുള്ള മെസ്സേജസ് കണ്ടിട്ടുണ്ട്. ആദ്യം തന്നെ ഒരു 100 കൺഗ്രാജുലേഷൻസ്. കാരണം ആദ്യം ഒരു പ്രാവശ്യം എഴുതി ഫെയിലായി, വീണ്ടും റീ എക്സാം എഴുതി, അത് പാസ്സായി, ആദ്യം തന്നെ എഴുതുന്ന ടൈമിൽ തന്നെ പാസ്സായി. അങ്ങനെ ഒരുപാട് കമൻറ്റ്സ് എനിക്ക് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 2 ദിവസത്തിനുള്ളിലുള്ള കമൻറ്റ്സാണ്. ഇതിന് മുമ്പ് പാസ്സായവരുടെ വീഡിയോ, അതായത് അത് ഞാൻ വേറെ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ 2 ദിവസം, ഇന്നലെയും ഇന്നുമായിട്ട് പാസ്സായവരുടെ കമൻറ്റ്സാണ് എനിക്ക് വന്നിട്ടുള്ളത്. ഇതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽഡായിട്ട് ഞാൻ വീഡിയോയിലൂടെ തുടർന്ന് പറഞ്ഞു തരാം. അപ്പോൾ ഇവർക്കൊക്കെ ബിഗ് കൺഗ്രാജുലേഷൻസ്. എൻ്റെ വീഡിയോ കണ്ടിട്ട് പാസ്സായി എന്നുള്ള കമൻറ്റൊക്കെ കാണുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നു. ഇത്രയും ഇങ്ങനെ നിങ്ങളുടെ സമയമൊക്കെ നൽകി കമൻറ്റ് എഴുതാൻ വേണ്ടിയിട്ട് ടൈം കണ്ടെത്തിയല്ലോ, അത് തന്നെ വളരെ നല്ല കാര്യമാണ്. അപ്പോൾ തുടർന്ന് നല്ല രീതിയിൽ എല്ലാവരും, ഇനി വീഡിയോ കാണുന്ന എല്ലാവരും നല്ല രീതിയിൽ പാസ്സാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഒരുപാട് പേര് സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഇന്നലെ ഇന്നുമായിട്ടുള്ള വീഡിയോസിൻ്റെ സംശയങ്ങളാണ് ഞാൻ ഇന്ന് ഇപ്പോൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് റിപ്ലൈ തരാൻ പോകുന്നത്. കാരണം എനിക്ക് കമൻസിന് റിപ്ലൈ തരുമ്പോൾ കുറച്ച് വേർഡ്സിൽ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകണമെന്നില്ല. അപ്പം ഞാനിത് ലൈവായിട്ട് നിങ്ങൾക്ക് റിപ്ലൈ പറഞ്ഞുതരാം. അപ്പോൾ ഒരുപാട് പേര് സ്പെഷ്യൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ വീഡിയോസ് കണ്ടിട്ടാണ് എനിക്ക് ഉപകാരപ്പെട്ടത്, ഞാൻ പാസ്സായത് എന്ന് പറയുമ്പോൾ അതിൽ പരം സന്തോഷം എനിക്കില്ല. അപ്പോൾ ഇനി എക്സാം എഴുതുന്ന എല്ലാവരും പാസ്സാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാവരും നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി പരിശ്രമിച്ചത് കൊണ്ടാണ് നിങ്ങൾക്ക് പാസ്സാവാൻ കഴിഞ്ഞത്. അതിൽ എൻ്റെ വീഡിയോ ഒരു നിമിത്തമായി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ് ഒന്നുകൂടി. യൂസർ 70T9H80 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ID ന്ന് വന്നതാണ്. അങ്ങനെ ഒരു വേർഡ് മാറിപ്പോയാൽ ബാക്ക് സ്പേസ് 45 സെക്കൻഡ് തീരുന്നതിന് മുമ്പ് യൂസ് ചെയ്യണം അല്ലേ? അതെ, നമ്മൾ അങ്ങനെ ചെയ്യണം. അപ്പോൾ ഞാനിപ്പം തന്നെ ലൈവായിട്ട് തന്നെ റിപ്ലൈ കൊടുക്കുന്നുണ്ട്. പിന്നെ ലിങ്ക് പ്ലീസ് ദിസ് എന്ന് പറഞ്ഞിട്ടുണ്ട് കിരുതിക്കാടൻ, അത് ഞാൻ അയച്ചു തരാം. സ്മോൾ ലെറ്റർ ഓർ ക്യാപിറ്റൽ 0, സ്മോൾ ലെറ്റർ O, ക്യാപിറ്റൽ ലെറ്റർ O എങ്ങനെ മനസ്സിലാകും എന്ന് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. നൈസ് യുവർ വീഡിയോസ് ഹെൽപ്ഫുൾ, താങ്ക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഫാസിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ID നിന്നാണ്. പിന്നെ താങ്ക് യു പറയുന്നുണ്ട്. സോ ഗുഡ് മൈ ഫ്രണ്ട്, താങ്ക് യു എല്ലാവരും താങ്ക് യു ആണ് പറയുന്നത്. ക്യാപ്ച ആദ്യം അടിച്ചിട്ട് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഷാൻ ക്രിയേറ്റ് എന്നാണ്. ഞാൻ ഇതിനുള്ള വ്യക്തമായിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ, അത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഞാൻ ഇന്ന് പൊട്ടി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഫെയിലായി എന്നാണ് പറയുന്നത്. ഓക്കെ, സാരമില്ല, നെക്സ്റ്റ് ടൈം. അപ്പോൾ ഒരു ഗീരി എന്ന് പറയുന്ന ഒരു ID ന്ന് എനിക്ക് ഇന്നായിരുന്നു പാസ്സായി, വീഡിയോ ഒരുപാട് ഹെൽപ്ഫുൾ എന്ന് പറയുന്നുണ്ട്. കൺഗ്രാജുലേഷൻസ്, താങ്ക് യു. അപ്പോൾ വേറെ എല്ലാവരും താങ്ക് യു പറയുന്നുണ്ട്. റിയൽ മൾട്ടി ഗെയിമേഴ്സ് എന്ന് പറയുന്ന ID എന്നുള്ള ഒരു ആൾ താങ്ക് യു പറയുന്നുണ്ട്. പിന്നെ ഞാൻ പാസ്സായി, ഹബീബ നൗഫൽ 2 hours ago ആണ് ഞാൻ പാസ്സായി എന്ന് പറയുന്നുണ്ട്. പിന്നെ ക്യാപ്ചയ്ക്ക് സമയം അധികമുണ്ട്, അതേ ക്യാപ്ചയ്ക്ക് സമയമുണ്ട്. നൂറ നിസു, ഞാൻ ഫെയിലായി. പിന്നെ ദ കിങ് മാസ്റ്റർ ചോദിച്ചിട്ടുള്ളത്, ക്യാപ്ച അടിച്ചിട്ട് സബ്മിറ്റ് കൊടുക്കാതെ ആൻസർ കൊടുത്തിട്ടാണോ സബ്മിറ്റ് കൊടുക്കുക? അതായത് ക്യാപ്ച അടിച്ചിട്ട് സബ്മിറ്റ് കൊടുക്കാതെ ആൻസർ കൊടുത്തിട്ടാണോ സബ്മിറ്റ്. അപ്പോൾ നമ്മുടെ ക്യാപ്ചയുടെ കൂടെ തന്നെയുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ രണ്ടും കൂടി ആൻസർ ചെയ്ത ശേഷം, അതായത് ക്യാപ്ച അടിക്കുക ആൻസർ ചെയ്തതിന് ശേഷം നിങ്ങൾ സബ്മിറ്റ് കൊടുത്താൽ മതിയാകും. അപ്പോൾ ഇതൊന്നും നമുക്ക് റിപ്ലൈ എന്താ പറയുക, കമൻറ്റിൽ ഒതുക്കാൻ പറ്റില്ല. അതാണ് ഞാനിങ്ങനെ ലൈവ് റിപ്ലൈ ചെയ്യുന്നത്. സഫീറ അസീസ്, സഫീറ ഫെയിലായിട്ടുണ്ട്. നമുക്ക് അടുത്ത നെക്സ്റ്റ് ടൈം നോക്കാം. പിന്നെ
ക്യാപിറ്റലിൻ്റെ ചോദിച്ചു. എനിക്ക് ലേണേഴ്സ് കിട്ടിയില്ല. അരുണിമ സുധി. ടൈം ഔട്ട് ആയിപ്പോയി. ഒരു സംശയം ചോദിക്കട്ടെ? ഓരോ ആൻസർ കഴിയുമ്പോഴും പെട്ടെന്ന് സ്ക്രോൾ ചെയ്ത് നെക്സ്റ്റ് ആൻസർ ചെയ്യണം അല്ലേ? ലാസ്റ്റ് ക്യാപ്ച കൂടിയല്ലേ? അതെ, വെരി ഗുഡ്. അങ്ങനെ തന്നെ ചെയ്യണം അരുണിമ സുധി. എനിക്ക് ഇന്നായിരുന്നു എക്സാം. പാസ്സായി. ക്യാപ്ച അടിക്കാൻ അവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സ്റ്റാറ്റസ് വീഡിയോസ് എന്ന് പറഞ്ഞിട്ടുള്ള ID എന്ന് വന്ന കമൻറ്റാണ്. അപ്പോൾ കൺഗ്രാറ്റ്സ്. 2 എണ്ണം തെറ്റി. ഫസീല CP. ദേവുമോൾ 17 എണ്ണം ശരിയാക്കിയ ഞാൻ. അയ്യോ, 18ാമത് ചോദ്യം കൂടി ഒരു ചോദ്യത്തിനാണ് നമ്മുടെ ദേവുമോൾ ഔട്ടായിരിക്കുന്നത്. അതായത് 18ാമത് ചോദ്യം ക്യാപ്ചയും ആൻസറും കംപ്ലീറ്റ് ചെയ്തിരുന്നെങ്കിൽ ദേവു പാസ്സാവുമായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ എല്ലാവരും പാസ്സാകുന്നത്. ക്യാപ്ച ക്വസ്റ്റ്യൻ എത്ര സെക്കൻഡ് ഉണ്ട്? നൗഷാദ് നജില. ക്യാപ്ച ക്വസ്റ്റ്യന് 45 സെക്കൻഡ് സമയം ഉണ്ടാകുന്നതായിരിക്കും. ഫുള്ള് ശരി. സബ് ചെയ്തു. താങ്ക് യു. യൂസ്ഫുൾ വീഡിയോ. ക്യാപ്ച പ്രോബ്ലമാണ്. എനിക്ക് ഇന്നായിരുന്നു. ഞാൻ പാസ്സായി എന്ന് പറയുന്നുണ്ട്. പിന്നെ ഈ 4 ഓപ്ഷൻസ് എന്ന് പറഞ്ഞില്ല, അതെന്താണ്? അത് ചോദ്യത്തിൻ്റെ കൂടെ നമുക്ക് ഒരു ശരി ഉത്തരവും ബാക്കി 3 എണ്ണവും മറ്റ് ഉത്തരങ്ങളും തരുന്നതാണ് ഈ ഓപ്ഷൻസ് എന്ന് പറയുന്നത്. സെമോൾ നിബു. കേട്ടല്ലോ? ഗിരീഷ് ഗിരി. എനിക്കിന്നായിരുന്നു. ഞാൻ പാസ്സായി. MVD ക്വസ്റ്റ്യൻസാണ് വന്നതെന്ന് പറയുന്നുണ്ട്. ലൈസൻസ് അപ്ലൈ ചെയ്ത് എത്ര ദിവസം കഴിഞ്ഞാണ് ലേണേഴ്സ് ഡേറ്റ് കിട്ടാൻ? ലൈസൻസ് അപ്ലൈ ചെയ്ത് അത് അവരുടെ നമ്മൾക്കിപ്പോൾ ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു ഇതല്ലേ, അപ്പോൾ അവരുടെ ഒരു സ്ലോട്ടും ഒഴിവും ഒക്കെ നോക്കിയിട്ട് അവർ വിളിക്കുന്നതായിരിക്കും. നമുക്ക് പറയാൻ കഴിയില്ല. 4 അടിക്കുമ്പോൾ ഹാഷ് വരുന്നു. അതെന്താ അങ്ങനെ? 4 അടിക്കുമ്പോൾ അങ്ങനെ ഹാഷ് വരില്ല. അതെന്ത് കമ്പ്യൂട്ടറിൻ്റെ എന്തെങ്കിലും മിസ്റ്റേക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എററോ ആയിരിക്കും. സുമിത്ര സുമി ഫെയിലായി എന്ന് പറയുന്നുണ്ട്. അർവ ഫാത്തിമ. അൽഹംദുലില്ലാ, ഞാൻ പാസ്സായി. എല്ലാ വീഡിയോസും കാണാറുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. താങ്ക് യു. കൺഗ്രാറ്റ്സ്. MVD ലിറ്റ്സ് ആണോ RTO എക്സാം ആപ്പാണോ പഠിക്കേണ്ടത്? ഇപ്പോൾ നമ്മൾ പഠിക്കേണ്ടത് MVD ലിറ്റ്സ് ആപ്പാണ്. അതിലെ 12 ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ഞാനിപ്പോൾ ഇതിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. മിസ്റ്റർ എലിഫൻറ്റോലിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ID വന്നിട്ടുണ്ട്. താങ്ക് യു. ഞാൻ പാസ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആരുടെയെങ്കിലും ID ഞാൻ പറയുന്നതിൽ ഇൻകറക്റ്റ് ആണെങ്കിൽ ക്ഷമിക്കുക. ഞാനിവിടെ എനിക്ക് അറിയാവുന്നത് പോലെയാണ് ഞാൻ വായിക്കുന്നത്. കാരണം നിങ്ങളെന്താണോ ഉദ്ദേശിച്ച ID എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇവിടെ വരുന്നത് പോലെ എനിക്ക് മനസ്സിലാവുന്ന പോലെ വായിക്കുന്നതാണ്. എനിക്ക് അടുത്ത മാസം 10th പേടിയാകുന്നു. എത്ര മിനിറ്റാണ് എക്സാം ഉണ്ടാവുക? പേടിയൊന്നും വേണ്ട. എക്സാം ടോട്ടൽ സമയം 15 മിനിറ്റാണ്. നമുക്കറിഞ്ഞൂടാത്ത ക്വസ്റ്റ്യൻ വന്നാൽ അത് മാറ്റാൻ സാധിക്കുമോ? തീർച്ചയായും സ്കിപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. ഫ്യൂച്ചർ സർജൻ 9698. കാൻ ഐ അറ്റൻഡ് ഇൻ ഇംഗ്ലീഷ് ഇൻസ്റ്റെഡ് ഓഫ് മലയാളം? ഓഫ് കോഴ്സ്. എക്സ്ട്രീം ഡ്രീം ബോയ്. ഈ ക്യാപ്ച ഫുള്ള് ക്യാപിറ്റൽ ലെറ്റേഴ്സ് അല്ലേ? ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആയിരുന്നു എക്സ്ട്രീം ഡ്രീം ബോയ്. പക്ഷേ ചിലരൊക്കെ എക്സാം എഴുതി വന്നിട്ട് ചിലർക്കൊക്കെ സ്മോൾ ലെറ്റേഴ്സ് മിക്സ്ഡ് ആയിട്ടുള്ള ക്യാപ്ച വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. കമൻസിലൊക്കെ അങ്ങനെ ഒരുപാട് കണ്ടിട്ടുണ്ടായിരുന്നു. ക്രിയേഷൻ വിത്ത് ആരാധ്യ. ഞാൻ പാസ്സായി കേട്ടോ. താങ്ക് യു എന്ന് പറയുന്നുണ്ട്. ഓക്കെ ആരാധ്യ. ഗിരീഷ് ഗിരിയുടെ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മുഹമ്മദ് ഷബാബ്. മാഡം, if I enter first captcha after I enter answer any problem, it's your choice. I have no comment because there are some problems. ദിയ പ്രകാശ് TV. എനിക്ക് എക്സാം ഇന്നായിരുന്നു. പാസ്സായി. താങ്ക് യു എന്ന് പറയുന്നുണ്ട്. എന്ത് പാസ്വേഡാണ്? അമ്മു പാസ്വേഡിനെ കുറിച്ച് ഞാനിപ്പോൾ പുതിയൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, നോക്കിയാൽ കാണാം കേട്ടോ. ഹസീന ഷിഹാബ്. താങ്ക് യു. സ്പേസ് ഒന്നും ഇടണ്ടല്ലോ. നോ സ്പേസ്. പാസ്സായി. മധു പാസ്സായി ആഫ്റ്റർ അറ്റൻഡിങ് 18 ക്വസ്റ്റ്യൻസ്. ഈസി ആയിരുന്നു. ഓക്കെ. അർവ ഫാത്തിമ. വളരെ ഹെൽപ്ഫുള്ളായ ക്ലാസ്സുകളായിരുന്നു നിങ്ങളുടേത്. ഡ്രൈവിങ്ങിൽ ചേർന്നപ്പോഴാണ് ഈ വീഡിയോസ് കാണാനിടയായത്. താങ്ക്സ് ഡിയർ. താങ്ക് യു അർവ ഫാത്തിമ. നിങ്ങൾക്കിങ്ങനെ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഹെൽപ്ഫുള്ളായിട്ട് അത് വന്നിട്ട് പറയാനുള്ള മനസ്സുണ്ടല്ലോ. ഇപ്പം നിങ്ങൾ പാസ്സായി, ഇനി ആ ചാനലൊന്ന് തിരിഞ്ഞ് നോക്കണ്ട എന്നുള്ള മൈൻഡിൽ വെക്കാതെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട ഒരു ചാനലിൽ വന്ന് ആ ഒരു
പറയാനും ഇത്രയും സമയം മെനക്കെട്ടിട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കമൻറ്റ് ചെയ്യാനും കാണിച്ച മനസ്സിന് അത്ര അപ്രിഷ്യേറ്റ് ചെയ്താലും മതിയാവില്ല. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ഫീഡ്ബാക്ക്. ഇതാ വീണ്ടും ഒരു പാസ്സാണ്. അൽഹംദുലില്ലാ ഞാനിന്ന് പാസ്സായി. അതിൻ്റെ കൂടെ തന്നെ ശ്രീകുട്ടി എന്നായിരുന്നു പാസ്സായി. കൺഗ്രാറ്റുലേഷൻസ് ശ്രീകുട്ടി. വളരെ ഉപകാരപ്പെടുന്ന വീഡിയോ എന്ന് പറയുന്നുണ്ട് പ്രദീപ്. പിന്നെ ക്യാപ്ചയാണ് പ്രോബ്ലം, എനിക്കിന്ന് ഫെയിലായി. സാരമില്ല കേട്ടോ. ഹാദി നിങ്ങൾ ശ്രമിക്കുക. താങ്ക് യു ഫോർ ദ വീഡിയോ. ഇന്നായിരുന്നു പാസ്സായി. ശ്രീകുട്ടിയുടെ ഞാനിപ്പോൾ കണ്ടു. ഇയാൾക്ക് വന്ന ക്വസ്റ്റ്യൻസ് ഒന്ന് വീഡിയോ ചെയ്യാമോ? എനിക്ക് വന്ന ക്വസ്റ്റ്യൻസ് ഞാൻ വീഡിയോ ചെയ്താൽ നിങ്ങളൊക്കെ എനിക്ക് വന്ന ക്വസ്റ്റ്യൻസ് ഞാൻ വീഡിയോ ചെയ്യാം. പക്ഷേങ്കിൽ അത് തന്നെയാണ് നിങ്ങൾക്ക് വരികയെന്ന് എനിക്ക് ഉറപ്പ് പറയാൻ കഴിയില്ല. കാരണം സിസ്റ്റം അങ്ങനെയായിരിക്കും അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. ഒരാൾക്ക് തന്ന ക്വസ്റ്റ്യൻസ് തന്നെ മറ്റൊരാൾക്ക് കൊടുക്കില്ല. അപ്പോൾ നമ്മൾ എക്സാം ആണല്ലോ, ഈ ഒരു ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ്, ഇത്രയും പെർട്ടിക്കുലർ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് തന്നെ ആയിട്ടുണ്ട്. എനിക്കിന്ന് ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു. കാരണം ഞാൻ ഇന്ന് ഫോൺ ഓപ്പൺ ചെയ്തതും രാവിലെ ഒരു 11 മണിയായപ്പോഴേക്കും ഒരു 5-10 കമൻസ് എനിക്ക് പാസ്സായി എന്നുള്ള കമൻസാണ്. എനിക്ക് സന്തോഷം കൊണ്ട് കണ്ണ് നിറഞ്ഞു പോയി സത്യം പറഞ്ഞാൽ. അത്രയും ഒരു ദിവസം കൊണ്ട് 10 കമൻസ്, 10 ആൾ ഒരു മണിക്കൂർ കൊണ്ട് 10 പേരാണ് പാസ്സായി എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജസ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ഷാൻ ക്രിയേറ്റ് വേറൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. R6NM ഇതാണോ ക്യാപ്ചെ? അതിന് താഴെയുള്ള ANBH എന്താണ്? ക്യാപ്ച തെറ്റാണെന്ന് എങ്ങനെ അറിയാം? സബ്മിറ്റിന് മുമ്പ് അറിയാൻ കഴിയുമോ? വല്ല റെഡ് കളർ വല്ലതും വരുമോ തെറ്റിയാൽ? തീർച്ചയായും റെഡ് കളർ അണ്ടർലൈൻ വരും. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാത്ത പ്രശ്നം കൊണ്ടാണ് നിങ്ങൾക്ക് ഓരോ സംശയങ്ങൾ വരുന്നത്. നിങ്ങളുടെ ഓരോ മൈന്യൂട്ട് പ്രശ്നങ്ങളും ഓരോരോ സംശയങ്ങളും ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ സംശയം വരില്ല. എനിക്ക് കമൻറ്റിൽ റിപ്ലൈ ചെയ്യാൻ കുറച്ച് പരിമിതികളുണ്ട് അല്ലേ. പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല ഞാൻ എത്രത്തോളം നിങ്ങൾക്ക് പറഞ്ഞു തന്നാലും. അപ്പോൾ ഇതാ നമ്മുടെ പാസ്സായി എന്നുള്ള കമൻറ്റ് ഇതാ വീണ്ടും വന്നിരിക്കുമ്പോഴാണ് എനിക്ക് ഏറെ സന്തോഷം. മൈഥിലി CM, എനിക്കിന്നായിരുന്നു എക്സാം, ഞാൻ പാസ്സായി. മൈഥിലി കൺഗ്രാറ്റുലേഷൻസ്. മൈഥിലി ഞാനിങ്ങനെ എപ്പോൾ വീഡിയോ ചെയ്യുമ്പോൾ എല്ലാ കമൻറ്റ് ബോക്സിലും എല്ലാം കമൻറ്റ് ചെയ്യുന്ന ആളാണ്. ടെൻഷനുണ്ട്, പിന്നെ എനിക്ക് നാളെയാണ് എക്സാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ മൈഥിലി നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൈഥിലി കൺഗ്രാറ്റുലേഷൻസ്. സുൽത്താന ഫറൂഖ്, എനിക്കിന്നായിരുന്നു എക്സാം, ഞാൻ പാസ്സായി. ഓക്കെ, കൺഗ്രാറ്റുലേഷൻസ്. 2 ക്യാപ്ച ഉണ്ടാകുമോ? അത് എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയ ഒരു വീഡിയോ ആണ്. 2 ക്യാപ്ച ഒന്നും ഉണ്ടാവില്ല, ഒരു ചോദ്യത്തിന് 1 ക്യാപ്ച. ആദർശ് കുക്കു, ചേച്ചി എനിക്കിന്നായിരുന്നു, ഞാൻ പാസ്സായി എന്ന് പറയുന്നുണ്ട്. ബഹിജ ഷാ, ക്യാപ്ച ടൈപ്പ് ചെയ്ത് പഠിക്കാൻ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? അത് ഞാൻ വ്യക്തമായിട്ടുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. ക്യാപ്ച നമുക്ക് ഫോണിൽ തന്നെ എങ്ങനെ ടൈപ്പ് ചെയ്ത് പഠിക്കാം എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതിന് മുമ്പേ, ഇതിപ്പോൾ ഒരു 1-2 ഡേയ്സ് മാത്രമുള്ള കമൻസാണ്. ഇതിന് മുമ്പെയുള്ള കമൻസിൻ്റെ ആൻസർ ഞാൻ വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. ജാഫർ ഖാൻ ആഷിന ഫേസ് എന്ന് വന്നിട്ടുണ്ട്. നാളെയാണ് എനിക്ക്, ഓൾ ദി ബെസ്റ്റ് ആഷിന. പിന്നെ എനിക്കിന്നായിരുന്നു പാസ്സായി. MBD ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ. ക്യാപ്ച 2 ബോക്സ് കാണിക്കുന്നു, പ്ലീസ് റിപ്ലൈ. അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഈ ആപ്ലിക്കേഷൻ നമ്പർ, പാസ്വേഡ് ഇത് ടെസ്റ്റ് എഴുതാൻ പോകുമ്പോൾ സിസ്റ്റത്തിൽ ഉണ്ടാകുമോ? കൃത്യമായിട്ടുണ്ടാവും. ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും നിങ്ങൾക്ക് നിങ്ങളുടെ ഫോമിൽ നോക്കിയാൽ മനസ്സിലാവും. സുമംഗല KM, എക്സാം പാസ്സായി എന്ന് വരുമ്പോൾ എങ്ങനെ ഡൗൺലോഡ് ചെയ്യുന്നു എന്ന വീഡിയോ ഇടുക. ഓക്കെ, ക്യാപ്ച 30 സെക്കൻഡ് അല്ലേ, ഇപ്പോൾ 45 സെക്കൻഡ് വരെയാണോ? ക്യാപ്ച ക്വസ്റ്റ്യൻ 45 സെക്കൻഡ് വരെ ഉണ്ട്. ആപ്ലിക്കേഷൻ നമ്പറിന് ശേഷം പാസ്വേഡ് എന്താണ് കൊടുക്കേണ്ടത് അത് അവിടെ നിന്ന് പറഞ്ഞുതരും. അപ്പോൾ ക്യാപ്സ് ലോക്ക് ഓണാണോ ഓഫാണോ എന്ന് എങ്ങനെ അറിയാം? അതൊക്കെ ഞാൻ വിശദമായ വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഞാൻ ഇങ്ങനെ പറഞ്ഞു തരുന്നതിൽ നല്ലത് നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കി വായിക്കുന്നതാണ്. വേറൻ പിലാക്കോൽ, എനിക്ക് ഈ മാസം 31 ടെൻഷനുണ്ട്. എക്സ് എങ്ങനെ മനസ്സിലാകും? പിന്നെ നാളെ എക്സാം ഉള്ളവർക്ക് എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ്. അപ്പോൾ ഇവിടെ ഇതാ
ഹസ്ന തെസ്ലി, എനിക്ക് 3-നാണ് എക്സാം, പേടിയാവുന്നുണ്ട്. പേടിയൊന്നും വേണ്ട, ടുമാറോ എക്സാമാണ്. ബെസ്റ്റ് ഓഫ് ലക്ക്. ജസ്റ്റി ജോസഫ്. മുബാറക്, ഞാൻ പാസ്സായി, താങ്ക് യു. അസ്ല, ഞാനിന്ന് പാസ്സായി, കൺഗ്രാജുലേഷൻ. സ്റ്റാറ്റസ് വീഡിയോസ്, എനിക്കിന്ന് പാസ്സായി. ക്വസ്റ്റ്യൻസ് അതോ ആൻസർ ചെയ്യേണ്ടത്, പ്ലീസ് റിപ്ലൈ. എനിക്കിന്നായിരുന്നു, ഞാൻ പാസ്സായി. ഇന്ന് ഞാൻ ഫെയിലായി, അത് ജിൻസി ആണ്. ഓരോ തവണയും ഇന്നായിരുന്നു എക്സാം, ഞാൻ പാസ്സായി. അൽഫിയ ഷെറി, കൺഗ്രാജുലേഷൻസ്. അപ്പോൾ ബാക്കിയുള്ള കമൻസിനൊക്കെ ഞാൻ കമ്പ്യൂട്ടർ ഒന്നും അറിയാത്ത ഞാൻ ലേണേഴ്സ് ഫെയിൽഡായി വന്നു. നാസിം നാച്ചു, എല്ലാ ക്വസ്റ്റ്യൻ്റെയും ഇത് ഞാൻ വീഡിയോ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഇന്നായിരുന്നു എക്സാം, ഞാൻ പാസ്. അപ്പോൾ കമൻറ്റ് ചെയ്ത എല്ലാവർക്കും നന്ദി. ഞാൻ എല്ലാത്തിനും മാക്സിമം റിപ്ലൈ തരാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എടുത്ത് നോക്കിയാൽ എല്ലാ സംശയങ്ങളും മാറുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും.